ഹലോ ഗൈസ്, അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഈ കൊല്ലത്തെ റംബൂട്ടാൻ സീസൺ എത്തിക്കഴിഞ്ഞു. ഞാനിത് കുറച്ച് റംബൂട്ടാൻ പറിച്ചു. മരത്തിൽ അത്യാവശ്യം നല്ലതുപോലെ ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ എല്ലാം ഒരേ വിളവല്ല, അതാണ് കുഴപ്പം. അപ്പോൾ അത്യാവശ്യം പഴുത്തൊക്കെ ഞാൻ പറിച്ചെടുത്തായിരുന്നു. നമ്മുടെ ബാക്കി ചെടികളുടെ അവസ്ഥ കാണിച്ചു തരാം. അമ്പഴം വെച്ചിട്ട് ഇപ്പോൾ ഇത്രയും വലുതായി, ഒരുപാട് കായകൾ കിട്ടി. പക്ഷേ ഇടയ്ക്ക് വേനൽക്കാലത്ത് ശോഷിച്ചു പോയായിരുന്നു. ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ചൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. ഇനി നമ്മുടെ ഗാർഡനിലുള്ള ഒരു ചെടി എന്ന് പറഞ്ഞാൽ അവക്കാഡോയാണ്. നമ്മൾ വെച്ചിട്ട് ഒരു 2.5 വർഷമായി ആവുന്നു. പക്ഷേ എന്നിട്ടും പൂളൊന്നും കിട്ടത്തില്ല. അടുത്ത സീസണിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് തളിരല, നമുക്ക് കാണാം നല്ല ഭംഗിയിലാണ് വളർന്ന് വന്നിരിക്കുന്നത്. അടുത്തായി നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. അത് ഇഷ്ടംപോലെ പൂ ഇടയ്ക്ക് വന്നിട്ട് കൊഴിഞ്ഞു പോയെങ്കിലും ഒന്നും കിട്ടിയിട്ടില്ല. ഒരു പൂ ഇതിൽ നിൽപ്പുണ്ട്, പക്ഷേ അത് കിട്ടുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. ഫെർട്ടിലൈസ് ആയോ ഇനി അഴുകി പോകുമെന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ വിയറ്റ്നാം മേഡി ചക്ക ഇപ്പം നന്നായിട്ട് നിൽപ്പുണ്ട്. അത് 2 ചക്ക തന്നായിരുന്നു. കൊള്ളാം, നല്ല ടേസ്റ്റുള്ള ചക്കയാണ്. ഇതുപോലെ നമ്മൾ അബിയു ഞാൻ ഇടയ്ക്ക് കുറച്ച് വെട്ടിക്കളയേണ്ടി വന്നു. കാരണം മരം ഒന്ന് മഴയത്ത് വീണായിരുന്നു. അപ്പം അതിനുശേഷം വെയിറ്റ് കാരണം അതിൻ്റെ കമരങ്ങൾ ഞാൻ ചെത്തിക്കളഞ്ഞു. എന്നിട്ടിപ്പോൾ ഇതാണ് അവസ്ഥ. ഞാനത് കായ്ക്കാനായിട്ട് ഒരു ടെക്നിക്കൂടെ ചെയ്തു. അതായത് മോതിര വളയൊന്നും നെറ്റിൽ കണ്ട് ഇട്ടതാണ്. പക്ഷെ അതിൻ്റെ ഫലമുണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്ക് 1-2 മുട്ടുകളൊക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ ശരിയാകാം. മറ്റൊരു ചെടിയാണ് നമ്മുടെ ദൽഹരി ചാമ്പ. ഇഷ്ടംപോലെ ചാമ്പയ്ക്ക് തന്നായിരുന്നു ഇപ്രാവശ്യം. എന്നിട്ടും അതും ഈ മഴയത്ത് മറിഞ്ഞു വീണായിരുന്നു. അപ്പം ഞാനതിനെ നൂത്തി വെച്ച് കമലുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ നാമ്പുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാണിച്ചു തരാനുള്ള നമ്മുടെ വാഴത്തോട്ടമാണ്. അത്യാവശ്യം റോബസ്റ്റ് കൊലകൾ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ കൂടുതലും നമുക്ക് ഒരു സ്ഥാപനമുണ്ട്, അതിലേക്കാണ് കൂടുതൽ എടുക്കുന്നത്, വിൽപ്പനയ്ക്ക് എടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ മാംഗോസ്റ്റിൻ വെച്ചിട്ട് ഇപ്പോൾ 2 വർഷത്തോളമായി. ഇടയ്ക്കൊന്ന് ഒടിഞ്ഞു പോയായിരുന്നു, ഇപ്പം നന്നായിട്ട് കയറി വന്നിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നൊരു 2 വർഷം കൂടെ കഴിയുമ്പോൾ കായ്ക്കുമെന്ന് വിചാരിക്കുന്നു. കായ്ക്കട്ടെ. സിറിയൻ ലോങ് മൽബറിയാണ്. അത് കുറച്ച് നാളായി നട്ടിട്ട്, പക്ഷേ എനിക്ക് ഉദ്ദേശിച്ചൊരു ഫലം എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാലും കൊള്ളാം, നല്ല ടേസ്റ്റ് അത്യാവശ്യമുണ്ട്. മറ്റേ നാടൻ മൽബറിയുടെ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല മധുരമുണ്ട്.